ഒന്നാം തീയതി അപ്പം അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് ഈ ഒരു വർഷം തുടങ്ങാമെന്ന് വിചാരിച്ച് വന്ന് കിടന്ന് എണീറ്റ് നോക്കുമ്പോൾ സമയം 8:30 കഴിഞ്ഞായിരുന്നു. അതാണ് ഇങ്ങനെ ഈ കിളി പോയ പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ശകുനം. വീട്ടിലെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി തൊട്ടടുത്ത വീട്ടിലോട്ട് പോയി എന്താ ഇന്നേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഒരു പ്ലാൻ ഇട്ടപ്പോഴാണ് തൊട്ടടുത്തൊരു തൊടിയിൽ എലന്തിപ്പഴം പറിക്കാൻ പോകുന്നത്. എല്ലാവരും കൂടി സെറ്റാക്കി ഓക്കെ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി സെറ്റാക്കിയിട്ട് നടക്കുകയാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഒരു തൊടിയിൽ. അപ്പോൾ എപ്പോഴും പോകാറുണ്ട്, സമയമാകുമ്പോൾ സീസൺ ആകുമ്പോൾ പോകാറുണ്ട്. അതിന് പോകുന്ന വഴിക്ക് കണ്ടീഷനൊക്കെ ഒരു ചെറിയ കണ്ടീഷനൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഓടാൻ പാടില്ല കേട്ടോ. എനിക്കൊന്നും വേണ്ട പോവും. ആദ്യത്തെ കണ്ടീഷനാണ് ഓടാൻ പാടില്ല. ആദ്യത്തെ എന്നല്ല, ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓടാൻ പാടില്ല. എല്ലാവരും ഒപ്പത്തിന്, കാരണം ഓടി ഫസ്റ്റ് പോയി കുറേ നിറയെ നമ്മൾ എഴുതപ്പഴം പെറുക്കി എടുത്താലോ എന്നൊക്കെയാണ്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ തന്നെ ഓടി ഗായ്സ്. അപ്പം ഞാൻ തന്നെ ഓടി. പിന്നെ നമ്മളവിടെ എത്തി. നമ്മൾ ഇവിടുന്ന് വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വേറെ വഴിയിനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 ആൾ മാത്രമായിരുന്നു. ഞാൻ, അമ്മു, ചെറിയമ്മു, വിജി ചേച്ചി, ഞങ്ങൾ 4 ആൾ മാത്രം. പിന്നെയാണ് അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ വേറെ സൈഡ് കൂടി അവർ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ വിളിച്ചിട്ട് വന്നത്. അപ്പോൾ ഇത്രയും പഴം എനിക്ക് പെറുക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെറുക്കികളാണ് ഗൈസ്. ഈ ഒരു സീസണായ നമ്മൾ പെറുക്കികളാണ് എല്ലാവരും. നല്ല പോലെ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒത്തൊരുമയെന്ന് പറയുന്ന പോലെ ഈ പെറുക്കാനൊക്കെ ഭയങ്കര ഒത്തൊരുമയാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇതാണ് കാണുന്നത് മരം. ഈ മരത്തിലാണ് ഒരു സൈഡിൽ കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. നമ്മൾ കമ്പ് കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തും. പച്ചയൊക്കെ വീഴും, പച്ച എലന്തിക്കായൊക്കെ വീഴാറുണ്ട്. ഞാൻ പെറുക്കിയത് നമ്മുടെ വലിയേട്ടൻ കുറച്ച് എനിക്ക് ടെൻഷനാവുന്നു, കുറച്ചതാ എനിക്ക് ടെൻഷനാവുണ്ട് കേട്ടോ, കുറച്ചതാന്ന് പറഞ്ഞിട്ട് കഴിയുന്ന വരെയും അവർ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കവറിൽ നിന്ന്. നമ്മളെല്ലാവരും കവറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ കവർ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം കുറച്ച് കുറവാണ് എലന്തിപ്പഴം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിനി ഓക്കെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി, ഓടിയ വഴി ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വിജി ചേച്ചിൻ്റെ ഡ്രസ്സിൽ പിള്ളേർ ചെളി തെറിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കഴുകുമായിരുന്നു. അപ്പോൾ നടന്നിട്ട് നമ്മൾ അപ്പുറത്ത് ഒരു കളറുണ്ട്. ആ വീട്ടുമുറ്റത്തും കുറച്ച് ഇലന്തിക്കായ ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷെ അവിടെ ആയിട്ടില്ല. നമ്മൾ അവിടെയും കൂടി നോക്കിയിട്ട് ഒരു എളുപ്പ വഴി, കുറുക്ക് വഴിയാണ്. ഒരു ചാടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അവിടെ എത്താം. ഇത് നമ്മുടെ ഏരിയ തന്നെയാണ്. പെട്ടെന്ന് വീടെത്താനായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ചാലും കൂടി ചാടിക്കഴിഞ്ഞാൽ എത്തും. ഓക്കെ, ചാല് ചാടാൻ ഭയങ്കര, നമ്മൾ ചാല് ചാടാൻ പോകുമ്പോൾ അവർ വെള്ളം തെറിപ്പിക്കുക, കല്ലെറിയുക, ചാലിൽ കല്ലെറിയുക, വെള്ളത്തിൽ. അങ്ങനെ ഓരോരുത്തർ മടിച്ച് നിന്ന് നമ്മൾ ചാടി. അപ്പുറത്ത് ഒരു ചാല് ചാടിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടൊരു വില്ലനുണ്ട് ഗായ്സ്, നമ്മുടെ ഇടയിൽ ഒരു വില്ലനുണ്ട്. ഓക്കെ, അവൻ ചാല് ചാടുമ്പോൾ നമ്മൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ കള്ളൻ നമ്മളെ പറ്റിച്ചിട്ട് വേറെ വഴിയാണ് വന്നു. ഓക്കെ, ആ തൊടിയൊക്കെ ഒന്ന് കളച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി പോലത്തെ എന്തോ ഒരു സാധനം കിട്ടി. പക്ഷേ ഇത് ഇഞ്ചിയല്ല. നമ്മൾ ഇഞ്ചിയാന്ന് പറഞ്ഞ് പെറുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇഞ്ചിയല്ല. ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അതിനെന്തോ ഒരു കയ്പ്പ്. ഇഞ്ചിയല്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് നമ്മളെ തക്കുടുക്കുട്ടനെ കുറച്ച് കളിപ്പിച്ചു. വിജി ചേച്ചിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നത്. പെറുക്കി കഴിഞ്ഞതും വിജി ചേച്ചിൻ്റെ വീട്ടിലാണ് വന്നത്. കുറച്ച് നേരം ഫുഡൊന്നും കഴിച്ചില്ല. കുറച്ച് നേരം ഇരുന്നു. പിന്നെ കിടന്നാലോ എന്ന് വിചാരിച്ച് പായും തലേണയൊക്കെ ഇട്ട് കിടക്കാനുള്ള വിരിപ്പൊക്കെ വിരിച്ചു. കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പം നേരെ 4 മണി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞു. ഓക്കെ, 4 മണി കഴിഞ്ഞതിന് ശേഷം ശരി ഒരു ചായയും കൂടി കിട്ടിയാൽ ചായയും കുടിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ പണിയൊക്കെ ഒരുക്കാലെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ വിളിച്ചെടുത്താണ്. ഞാനും അമ്മും വിജി ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിടന്നുറങ്ങുമ്പോൾ. അതിനിടയ്ക്ക് അവരെ എണീറ്റ് വിട്ട് അമ്മ എണീറ്റ് പോയി. ഞാനും വിജി ചേച്ചി ഒരു പ്ലം കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് ചായ കുടിക്കേണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അപ്പോഴത്തേനും മഴ പെയ്തപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ച് വീട്ടിലോട്ട് ഒരൊറ്റ തുണിയൊക്കെ നിറയെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി എടുത്തുള്ളിൽ വെച്ച് പിന്നെ മഴയൊക്കെ തോന്നും മുറ്റമൊക്കെ അടിച്ചിട്ട് ഉള്ളും മുറ്റമൊക്കെ അടിച്ചിട്ട് ഞാനങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 ആളും കൂടി പിള്ളേരെ വിളിക്കാൻ പോയതായിരുന്നു, ഏട്ടന്മാരെയൊക്കെ. കാരണം ന്യൂ ഇയറിന് വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകിയിട്ടില്ല, വെള്ളം മാത്രം നമ്മളതിൽ ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും ഒരുമിച്ച് കഴുകണമല്ലോ, എല്ലാവരും ഒരുമിച്ച് കഴിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് അവരെയും കൂട്ടാൻ പോയതായിരുന്നു. അവർ വേറെ നമ്മുടെ കുറച്ച് അപ്പുറത്ത് വേറെ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്ന വരവാണ്. അതിനുശേഷം പാത്രം കഴുകാൻ നിന്നു. ഒരുപാട് നേരമായി, 2 പാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നേരമായി. ഭയങ്കര ഇരുട്ടായിരുന്നു. ഇരുട്ടത്ത് കഴുകി എല്ലാവരും കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം കടയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ നൈറ്റ് കടയ്ക്ക് പോകാൻ പാലം ഇറക്കത്തിൽ ഒരു ചെറിയ ആക്സിഡൻറ്റ്. ഞാനും അമ്മ കൂടി നടക്കായിരുന്നു. ഒരു ബൈക്ക് വന്നിട്ട് മഴ കാരണം സ്ലിപ്പായതാ ചേട്ടന്. ബൈക്കിൽ വന്ന ചേട്ടന് സ്ലിപ്പായതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മൂന് കുറച്ച് അടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയി 12 മണിയൊക്കെ കഴിഞ്ഞ് വീടെത്തും.